ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. നമുക്ക് ആത്മാവിന്റെ നമ്പൂരും തന്നെ അവരുടെ സ്ഥിരവും തീർച്ചയായിട്ടും കടക്കുന്നതുമാകും. അവരെ കേസ് മധ്യപ്രദേശിന്റെ ക്രമപ്രകാരം ഇന്നേക്ക് മഹാപുരത്തിനായി നമുക്ക് പ്രവേശിച്ചിരിക്കും. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവുമാകും. പ്രത്യാശ അത് നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ്. ആ പ്രത്യാശയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത്, അത് സ്ഥിരമാണ്, അത് നിശ്ചയമാണ്. അതിന് മാറ്റമൊന്നുമില്ല, അത് മാറിപ്പോകുന്നതല്ല, അത് താൽക്കാലികമായി ഉള്ളതുമല്ല. അത് സ്ഥിരമാണ്, അത് നിശ്ചയവുമാണ്. നങ്കൂരം എന്തിനു വേണ്ടിയാണ്? ആടി ഉലയുന്ന ഒരു കപ്പൽ, അല്ലെങ്കിൽ മഹാസമുദ്രത്തിന്റെ തിരമാലകൾ, അവിടെ അടിക്കുന്ന കാറ്റുകൾ, അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് ഒരു സ്ഥലത്ത് ഉറപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഒരു കപ്പൽ നങ്കൂരമിടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ലോകമാകുന്ന സാഗരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ കപ്പൽ ആടി ഉലയുന്ന നിരവധി സാഹചര്യങ്ങൾ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ, തകർന്നു പോകാതെ, താളടിയായി പോകാതെ നിൽക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? പ്രത്യാശ. പ്രത്യാശ. വേദപുസ്തകം നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ ശേഷം മനുഷ്യരെക്കാൾ നിങ്ങൾ അരിഷ്ടരാണ്. നമ്മളുടെ പ്രത്യാശ ഈ താൽക്കാലികമായ കാര്യങ്ങളിലല്ല. ആഹാരമില്ലാതെ ഒരു മനുഷ്യന് 70 ദിവസം ജീവിക്കാമെന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ ഇടയിൽ ഉപവാസം എടുക്കുന്നവരൊക്കെ 40 ഇരിക്കാറുണ്ട്. 70 ദിവസം വരെ ആഹാരമില്ലാതെ കഴിഞ്ഞുകൂടാം എന്നാണ് പറയുന്നത്. ഇരുന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? എന്നാ എന്ന് നല്ലതായിരുന്നു. വെള്ളമില്ലാതെ 10 ദിവസം കഴിഞ്ഞുകൂടാം എന്നാണ് പറയുന്നത്. 10 ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിലും മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം. വായുവില്ലാതെ, ഉച്ഛ്വാസ വായുവില്ലാതെ 6 മിനിറ്റ് വരെ ജീവിച്ചിരിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ പരിശീലിച്ചിട്ടുള്ളവർക്ക് പറ്റുമായിരിക്കും. ഏറ്റവും കൂടിയിരിക്കാൻ കഴിയുന്ന സമയം 6 മിനിറ്റാണ്. എന്നാൽ പ്രത്യാശയില്ലാതെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് ഒരു പ്രത്യാശയാണ്. അക്ഷരീകമായി അല്ലെങ്കിൽ ലോകപ്രകാരവും മനുഷ്യൻ അടുത്ത ദിവസത്തെ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാം ആത്മീയരായി ഉള്ള നിലയിലല്ല ചിന്തിക്കുന്നതെങ്കിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാം നല്ല പ്രതീക്ഷകൾ. ഇന്നത്തേക്കാൾ നാളെ എന്റെ അനുഭവങ്ങൾ നല്ലതായിരിക്കും, ഇന്നത്തേക്കാൾ എന്റെ നാളെ ശുഭകരമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മെ ജീവിപ്പാൻ സഹായിക്കുന്നത്. അതിനൊരു ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. എന്നാൽ ഈ ലോക മനുഷ്യർ പ്രത്യാശ വെച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്ന കാര്യത്തിലല്ല. എന്ന് വായിച്ച് ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചു. നോക്കൂ, അതിൽ ആശ്രയം വെക്കുന്ന ആളുകളുണ്ട്. ഇയ്യോബ് പറയുകയാണ്, ഞാൻ അതിലൊന്നും അല്ല എന്റെ ആശ്രയം വെച്ചിരിക്കുന്നത്, അതൊന്നും അല്ല എന്റെ പ്രത്യാശ. എന്താ ഇയ്യോബ് തന്റെ പ്രത്യാശയായി പറഞ്ഞത്? ഇയ്യോബ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, മാത്രമല്ല എന്റെ കർത്താവ് അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും അന്യരുടെ കണ്ണുകൊണ്ടല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. അതാണ് എന്റെ പ്രത്യാശ.
ഈ ലോക മനുഷ്യർ അവിടെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നമ്മൾ പറയുന്ന ഈ മെറ്റാഫിസിക്കൽ കാര്യത്തിലല്ല. അവര് സമ്പത്തിൽ അവരുടെ പ്രത്യാശ വയ്ക്കുന്നു, ധനത്തിൽ അവരവരുടെ പ്രത്യാശ വയ്ക്കുന്നു, സ്വർണത്തിൽ അവരവരുടെ പ്രത്യാശ വയ്ക്കുന്നു. ഇപ്പൊ സ്വർണത്തിന് ഒരു പവന് 10,000 രൂപയുണ്ടെന്നാണ് പറയുന്നത്. 10,000 രൂപ. സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തകരുന്നു. രൂപയുടെ അല്ലെങ്കിൽ നാണ്യത്തിന്റെയൊക്കെ വില ഇടിയുമ്പോൾ മനുഷ്യരെല്ലാം സ്വർണം വാങ്ങിച്ചു കൂട്ടി വയ്ക്കുകയാണ്. വേദപുസ്തകം സ്വർണത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ വർജ്യവസ്തു എങ്ങനെയാണോ അതുപോലുള്ള വിലയെ ഒരു കാലത്തെ സ്വർണത്തിനും കാണത്തുള്ളൂ. ലോകത്തുള്ള മനുഷ്യർ പ്രത്യാശ വയ്ക്കുന്നത് മറ്റു കാര്യങ്ങളിലാണ്. അങ്ങനെ പ്രത്യാശ വയ്ക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. യോബിന്റെ പുസ്തകം തന്നെ 11-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു. ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും, ശരണം അവർക്ക് പൊയ്പോകും. ലോകത്തുള്ള ഏത് മനുഷ്യനും അക്ഷരീകമായുള്ള ഏത് കാര്യത്തിൽ അവന്റെ ശരണം അർപ്പിച്ചാലും തിരുവഴുത്തുണ്ട് നമ്മോട് പറയുന്നത് അത് പൊയ്പോകും. അത് അക്ഷരീകമായി മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇടുന്ന ആളുകൾ സന്ധ്യയായാൽ അവരുടെ സമയം മുഴുവൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണെന്നാണ് പറയുന്നത്. എന്തുമാത്രം ഇതിന്റെ വില കൂടി, ഇന്നലത്തേനേക്കാൾ ഇതിന്റെ വില കൂടിയിട്ടുണ്ടോ, ഇന്നലത്തേനേക്കാൾ ഞാൻ സമ്പന്നനാണോ. ഇപ്പൊ കമ്പ്യൂട്ടർ തുറക്കുമ്പോഴേ ഒരു ഞെട്ടലുണ്ട്, കാരണം കംപ്ലീറ്റ് പോയി. ഇപ്പൊ അത് തുറന്ന് വേറെ വല്ലതും കാണുന്നെങ്കിൽ ഇഷ്ടമുള്ള രസമായിരിക്കും. ഇത് കണ്ടിട്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. ഈ ലോകത്തിലുള്ള ഏതിൽ ആശ്രയം വെച്ചാലും ജോലിയിൽ ആശ്രയിക്കരുത്, മക്കളിൽ ആശ്രയിക്കരുത്, സമ്പത്തിൽ ആശ്രയിക്കരുത്. ഒരു കാലത്ത് റബ്ബർ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വില കൂടി നിൽക്കുക. ഞങ്ങളുടെ ചെറുക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയം. ചെറുകല്ല അവിടെ അപ്പൻ അവർക്കെന്നെ പറയാം. അങ്ങ് വിലയൊക്കെ താണു, ഏറ്റവും താണു, ഒന്നും കിട്ടാതായി, വെട്ടാത്ത സ്ഥിതി വന്നു. ലോകത്തിൽ ഏതിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. 27-ാം അധ്യായം യോബിന്റെ പുസ്തകം 8-ാം വാക്യം ഒന്ന് വായിച്ചു. ദൈവം ഭക്ഷണത്തെ ഛേദിച്ചു, അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാശ രക്ഷപ്പെടുന്നു. നോക്കൂ, ഈ ലോക മനുഷ്യൻ വേദപുസ്തകം പറയുന്നത് ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് യാതൊരു സന്തോഷവുമില്ല. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. എന്താ കാര്യമെന്നറിയാമോ? ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ദൂതന്മാർ ഇവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദുഷ്ടൻ ഇതിലെല്ലാം ആശ വെച്ചു. അവന് റബ്ബർ തോട്ടമുണ്ട്, അല്ലെങ്കിൽ അവന് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൻ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, അവന് ബാങ്ക് ബാലൻസ് ഉണ്ട്, അവന് നല്ല ജോലിയുണ്ട്. ഏത് സാഹചര്യം നോക്കിയാലും ഒന്നും വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യനോട് അവന്റെ പ്രാണൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തില്ല? യാതൊന്നുമില്ല. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ സമീപ പ്രദേശത്ത് ഒരു തമിഴ് ഫാമിലി 5 എണ്ണം ഒരുപോലെ ഒറ്റ രാത്രി തീർന്നു. 5 എണ്ണം. കാര്യം അവൻ കുറച്ച് പണം ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ചു. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോ ഒന്നുമില്ല. അവന്റെ പ്രത്യാശ മുഴുവൻ ഏതിലായിരുന്നു? ഈ സമ്പത്തിലായിരുന്നു. എന്താ ചെയ്തത്? അവനെ 3 ആമ്പിള്ളാരെ വെടിവെച്ചു കൊന്നു, അവന്റെ ഭാര്യയെ വെടിവെച്ചു, തള്ളയെ വെടിവെച്ചു, അവരെയും വെടിവെച്ചു. എന്താ കാര്യമെന്നറിയാമോ? പ്രത്യാശയില്ല. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നീ ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത് സമ്പത്ത് നിനക്ക് തരുന്ന ഉറപ്പുകൊണ്ടല്ല, ധനം നിനക്ക് തരുന്ന ഉറപ്പുകൊണ്ടല്ല നീ കഴിഞ്ഞ സമയത്ത് ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നിന്റെ ആത്മാവ് ഇളകിപ്പോകാതെ നങ്കൂരമടിച്ചിടത്തക്കവണ്ണം എന്റെ കർത്താവ് നിനക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. ആ പ്രത്യാശയുടെ പ്രത്യേകത അത് സ്ഥിരമാണ്, അത് മാറിപ്പോകുന്നതല്ല, അത് നിശ്ചയം. ഇന്ന് രാവിലെ സമയം നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇന്ന് രാവിലെ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. എന്താ കാര്യമെന്നറിയാമോ? എന്റെ നാളെയെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല, അതെന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ സമയം പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവർ തങ്ങളുടെ കരങ്ങളെ
ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ പ്രശ്നമല്ല. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ ടോറൻസിലെ ബാബുശാന്റെയൊക്കെ നേരം പുള്ളിക്ക് മാത്രമേ ഉള്ളൂ ഡ്യൂവൽ സിറ്റിസൺഷിപ്പ് എന്ന്. ഞങ്ങൾക്കെല്ലാം ഡ്യൂവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ആമേൻ. എന്താണെന്നറിയാമോ? ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായതിനെ അതിന്റെ വീതെ അണിയുവാൻ ഞങ്ങൾ ഏറെ കാക്ഷിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് അനിഷ്ട സംഭവങ്ങൾ കാണുമ്പോൾ നീ നിന്നോട് തന്നെ പറയണം, ഇതെന്റെ രാജ്യമല്ല, ഇവിടെ ഞാൻ അന്യനാണ്, പരദേശിയാണ്, എന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പൂർവ്വപിതാക്കന്മാർ അവര് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നതുപോലെ ഞാൻ ആ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് ഏറ്റവും അടുത്തത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്നവനാണ് ദൈവ പൈതൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പാടിയത്, കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എന്റെ പ്രത്യാശ ഞാൻ നിങ്ങൾ വെച്ചിരിക്കുന്നു. അതൊരിക്കലും മാറിപ്പോകുന്ന പ്രത്യാശയല്ല, അതൊരിക്കലും നശിക്കുന്ന പ്രത്യാശയല്ല. അപ്പൊ ദാവീദിനെ പോലെ ഒരാളെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ പ്രസക്തിയുണ്ട്. എന്താണത്? എന്റെ രാജത്വത്തിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ സമ്പത്തിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ മക്കളിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ പട്ടാളത്തിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, എനിക്കുള്ളതൊന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. പിന്നെയോ കർത്താവേ എന്റെ പ്രത്യാശ ഞാൻ നിങ്ങൾ വെച്ചിരിക്കുന്നു. നിശ്ചയമാണ്, അത് സ്ഥിരമാണ്, മാറാത്തതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ച് 6-ാം അധ്യായം. അങ്ങനെ നിങ്ങൾ അത് മന്ദതയുള്ളവരാകരുത്. നമ്മൾ മന്ദതയുള്ളവരാകാതെ വായിച്ചേ. ഒന്ന് വായിച്ചേ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം. അപ്പൊ പ്രത്യാശ നമുക്ക് നൽകി തന്നിട്ടുണ്ട്, വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ട്. അത് അവകാശമാക്കണം. നമ്മുടെ വിരുത് ആരും തെറ്റിച്ചു കളയുവാൻ ഇടയാകരുത്. നമ്മുടെ ലക്ഷ്യം ആരും തെറ്റിച്ചു കളയുവാൻ ഇടയാകരുത്. ലോകത്തിലുള്ളതൊന്നും നമ്മുടെ ലക്ഷ്യം തെറ്റുവാൻ കാരണമായി തീരരുത്. അത് നമ്മൾ അവകാശമാക്കണം. ആ പ്രത്യാശ, ആ വിടുതൽ, അത് നമ്മൾ അവകാശമാക്കണം. അവൾ മന്ദതയില്ലാത്തവരായി പരിചയത്തെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകുകയും. ഇപ്പൊ നമ്മൾ ആരെയാ ജീവിതത്തിൽ അനുകരിക്കേണ്ടത്? ലോകത്ത് നമ്മൾ ആരോട് സംസാരിച്ചാൽ ഏതെങ്കിലും ഒരുത്തം വീണെങ്കിൽ അവന്റെ കാര്യം ചൂണ്ടി പറയും. അവൻ അവിടെ വീണു, അല്ലെ ഇയാൾ ഇന്ന് തെറ്റുപറ്റി, ഇയാൾ ഇന്ന ആകാശത്തിന് കളിപ്പിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അന്തരീക്ഷത്തിൽ എപ്പോഴും ഇങ്ങനെ പറന്നു കിടക്കുന്നത്. പക്ഷെ നമ്മൾ ആരെ അധികാരികളാക്കാനാണ് ഏത് ദിവസം പറഞ്ഞ്? എത്രയോ വിശുദ്ധന്മാർ അവരുടെ ജീവിതം മലിനപ്പെട്ടു പോകാതെ, അവരുടെ ജീവിതവസ്ഥ മലിക്കാക്കി കളയാതെ തേജസ്സിന്റെ കർത്താവിന് വേണ്ടി ജീവിച്ച് തങ്ങളുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ച് നിത്യതയിൽ എത്തിച്ചേർന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ നമ്മൾ അനുകരിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിച്ച വിശുദ്ധന്മാരുണ്ട്. അവരുടെ ജീവിതത്തെ നിങ്ങൾ അനുകരിപ്പീൻ. നിങ്ങളുടെ വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരെ അൽഫോൻസാമ്മമാരായിട്ടാരും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും എന്റെ കർത്താവ് അവരെ വിശുദ്ധരെന്ന് എണ്ണിയിരിക്കുക. അവരുടെ ജീവാവസ്ഥാനമോർത്ത് അവരുടെ വിശ്വാസം നമ്മൾ അനുകരിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കൂ, അവരുടെ വിശ്വാസം നമ്മൾ അനുകരിക്കണം. അവരുടെ ജീവിത മാതൃക. എത്രയോ വിശുദ്ധന്മാരുടെ പേര് നമുക്ക് തിരുവഴുത്തുമെന്ന് പറയുവാനുണ്ട്. എത്രയോ പേരുടെ ജീവിതാനുഭവം നമുക്കറിയാനുണ്ട്.
വിശ്വാസം അനുകരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രത്യാശ മുറുകെ പിടിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം സഭാ നേതാക്കന്മാരാണെന്ന് വിചാരിക്കരുത്. നമുക്ക് തിരുമേനിമാരും മെത്രാന്മാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സഭാ നേതാക്കന്മാരെ നമ്മൾ ആ ലെവലിലും കാണും. പിന്നെ അവർക്കാർക്കെങ്കിലും എവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെല്ലാം കൂടെ മനസ്സിൽ ആറാണക്കനടുത്ത് നമ്മൾ വിളിച്ചു പറയും. ദൈവത്തിന്റെ ലിസ്റ്റിലുള്ള വേറെ വലിയ വിശുദ്ധന്മാരുണ്ട്. അവരെ ഒരുപക്ഷെ ഈ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കങ്ങനെ അറിയാവുന്ന നിരവധി വ്യക്തികളുണ്ട്. അവര് പ്രതാപത്തിന് വേണ്ടിയോ അവര് പണത്തിന് വേണ്ടിയോ ആർഭാടത്തിന്റെ പിന്നാലെയോ ഒന്നും ഓടിയവരായിരിക്കുകയില്ല. കാരണം അവര് പിടിച്ച വിശ്വാസത്തിന് വേണ്ടി അന്ത്യനിമിഷം വരെ പോരാടിയിട്ടുള്ള അനവധി ശരീരന്മാർ. ചികിത്സ ചെയ്യരുത് എന്ന് പറയുന്ന ഒരാളല്ല. ചികിത്സയ്ക്ക് ഞാൻ ഒരിക്കലും എതിരായിട്ട് നിൽക്കുന്നയാളല്ല. എന്നാൽ ചികിത്സ ചെയ്യുകയില്ല എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിച്ചതിന്റെ പേരിൽ മാത്രം ആ ചികിത്സയ്ക്ക് വിധേയരാകാതെ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റോ എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ എത്രയോ വിശുദ്ധന്മാർ വേദനയോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ മുമ്പിൽ ഒരു വലിയ പ്രത്യാശ. മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചതെന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് പോലെ അവരുടെ മുമ്പിൽ ഒരു വലിയ പ്രത്യാശയുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ഓടിയത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കും. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അത് അസാധാരണമായ വ്യക്തിത്വമുള്ള ആളുകൾക്ക് പറയാൻ കഴിയും. സാധാരണ നമ്മളെല്ലാം പറയുന്നത്, നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും നോക്കല്ലേ, എന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ നരകത്തിലേ പോകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ ആദ്യം ഒക്കെ രക്ഷപ്പെടും. മനസ്സിലായി? എന്റെ ജീവിതത്തിലേക്ക് നോക്കരുത്, ആ ദൈവനാഥന്റെ ജീവിതത്തിലേക്ക് നോക്കരുത്, നോക്കിയാ പോക്കാം. പക്ഷെ പൗലോസ് അങ്ങനെയായിരുന്നില്ല. പൗലോസ് ധൈര്യസമേതം പറഞ്ഞു, ഞാൻ ആരെയാണ് അനുകരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ക്രിസ്തുവിനെയാണ് അനുകരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ അനുകരിച്ചു. ഇതിനാരുടെ സമയം നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനിക്കാം. നഷ്ടപ്പെട്ടു പോയവരുടെയോ നശിച്ചു പോയവരുടെയോ ജീവിതത്തിൽ പരാജയം സംഭവിച്ചവരിലേക്ക് നോക്കി ഈ വിശ്വാസത്തെ നമ്മൾ ത്യജിച്ചു പറയുന്നവരും മന്ദബുദ്ധികളായി തീരുമാനമല്ല നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് എത്രയോ വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതം പണയം വച്ച് തന്റെ നേരത്തെ കളയുന്നവൻ അവനെ നേടും. അതാണ് വേദപുസ്തകത്തിന്റെ രാവിലെ സമയം നമുക്ക് ദൈവസന്നിധിയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പുതിയ പ്രതിഷ്ഠ എടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പുതിയ സമർപ്പണം ഏറ്റെടുക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് അനുകരിക്കാം. അനുകരണീയമായ ജീവിത മാതൃക കാണിച്ച ഏത് ദൈവദാസനെയും ദൈവദാസിയെയും നമുക്ക് അനുകരിക്കാം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ 20ാമത്തെ വാക്യം, അങ്ങനെ യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതിയത്. അത് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ചു. യേശുക്രിസ്തുവാണ് യഥാർത്ഥ മഹാപുരോഹിതൻ. ബാക്കിയുള്ള മഹാപുരോഹിതന്മാരെല്ലാം ജോസീഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഹരോന്റെ കാലം മുതൽ. എന്തേ അഹരോൻ? അഹരോൻ മര്യാദക്കിരിക്കണം കേട്ടോ. അഹരോന്റെ കാലം മുതൽ 770 വരെ 83 മഹാപുരോഹിതന്മാർ ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. 83 മഹാപുരോഹിതന്മാർ. ആമേൻ, ആമേൻ. എന്താ അതിന്റെ അർത്ഥം? അതിന് സന്ദേശം എന്താണ്? ഏത് മനുഷ്യന്റെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും മരണം കൊണ്ട് മാറ്റപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയ വലിയ മഹാപുരോഹിതനാണ് നമ്മുടെ മഹാപുരോഹിതൻ. യേശുവാണ് നമ്മുടെ മഹാപുരോഹിതനാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് മഹാപുരോഹിതനും യാഗം ജഗത്തിന് വേണ്ടി യാഗമർപ്പിക്കണമെങ്കിൽ ആദ്യം സ്വന്തം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ യാഗമർപ്പിക്കേണ്ടിയിരുന്നുവെങ്കിൽ ഇവിടെ ഇതാ ഒരു മഹാപുരോഹിതൻ
ആവശ്യമില്ല. അവൻ മനുഷ്യനല്ല, മനുഷ്യന്റെ ഇഷ്ടത്താൽ അവൻ ഉണ്ടായതല്ല. ഹല്ലേലൂയ. അവൻ പാപമറിയാത്തവനാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയ യേശു ഏറ്റവും വലിയ പുരോഹിതനാണ്. അവൻ പാപമൊന്നും അറിഞ്ഞിട്ടില്ലാത്തവനാണ്. ഹല്ലേലൂയ. തുടർന്ന് എഴുതുമ്പോൾ എബ്രായലേഖനകാരിൽ നിന്നവൻ നിർദോഷി, നിഷ്കളങ്കൻ, പാപമറിഞ്ഞിട്ടില്ലാത്തവൻ. ഹല്ലേലൂയ. ഇവനാണ് നമ്മളുടെ മഹാപുരോഹിതൻ. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ പുരോഹിതന്മാർക്ക് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കാലപരിധി ഉണ്ടായിരുന്നു. അവര് തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അവർക്ക് അതിന്റേതായ ശാരീരിക യോഗ്യതകൾ എല്ലാം ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പരിമിതികൾക്ക് വിധേയരായവരായിരുന്നു ആര്? ലോകപ്രകാരമുള്ള അഹരോന്റെ പൗരോഹിത്യത്തിലുള്ളവരല്ല. മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തത് വഴി പിൽക്കാലത്ത് ദശാംശത്തിന്റെ അവകാശികളായി തീർന്ന ലേവി ഈ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന് ദശാംശം കൊടുത്തു എന്നാണ് വേദപുസ്തകം വായിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ലേവിയാണ് യഥാർത്ഥ പുരോഹിതൻ. ലേവിയിൽ നിന്നുള്ളവനാണ് പുരോഹിതൻ. അവനാണ് ദശാംശം വാങ്ങിക്കുവാൻ അവകാശമുള്ളവൻ. അവൻ പോലും മുന്നുകൂട്ടി ആർക്ക് ദശാംശം കൊടുത്തിരിക്കുന്നു? യേശുവിന് ദശാംശം കൊടുത്തിരിക്കുന്നു. എന്താ കാര്യമെന്നറിയാമോ? അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ. മാറ്റമില്ലാത്ത നിത്യ പൗരോഹിത്യമാണ് ആരുടേത്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റേത്. പിന്നെ നമുക്കുള്ള പ്രയോജനം എന്താ? അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? നമ്മുടെ കർത്താവ് നമ്മെ എന്താക്കി തീർത്തിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗം. നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവും ആയിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യേകത. നമ്മുടെ കർത്താവ് നമ്മെ ആ ശ്രേഷ്ഠമായ പദവിയിലേക്ക് നയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ? അവൻ സാക്ഷാൽ അതിപരിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ്. അവൻ മനുഷ്യനിൽ നിന്നുള്ളവനല്ല. എബ്രായലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. പാപരഹിതനാണ് 5-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ പൗരോഹിത്യം നിത്യമാണ് 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ പാപം നീക്കുന്നവനാണ് 7-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് 7-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കും. മതി. അതുകൊണ്ട് രാവിലെ സമയം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുകയും